In the last class, we have learned about preamble. അപ്പോൾ പ്രിയാമ്പിൾ എങ്ങനെ ഫോം ചെയ്തു, പിന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. അപ്പോൾ ഇവിടെ look at the diagram showing the basic goals mentioned in the preamble. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ അറിയാം, നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. We the people of India, sovereign, socialist, secular, democratic republic, justice, liberty, equality, fraternity എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ മേജർ ഗോൾസ് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം. പക്ഷേ ഫസ്റ്റ് വൺ വരേണ്ടത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആയിരുന്നു. അത് അവരിവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ അതുകൊണ്ട് നമുക്ക് അതും പഠിക്കാം. അപ്പൊ ഫസ്റ്റ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇതെന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പീപ്പിൾ ആർ ദ കിങ് എന്ന് നമുക്ക് പറയാം. അത് പീപ്പിൾ എന്ന് പറയുന്നത് അത്രയും പവർ ഉള്ളത് പീപ്പിളിനാണ്, അല്ലെ ജനങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലായാലും ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള, ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നൊക്കെ പറയും. അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെന്റേറ്റീവ്സ് ആണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ഈ ഒരു നിയമം നൽകുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഈ ഒരു പ്രിയാമ്പിൾ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, വീഡിയോ ഓൺ ആക്കാത്തവരൊക്കെ വീഡിയോ ഓൺ ആക്കി വെച്ചേ. ബ്രഹ്മ, ഇനി വീഡിയോ ഓഫ് ചെയ്യല്ലേ. ആദിത്യ, ദിലീപ്, ആർഷ, നിന്നെ കോഹോസ്റ്റ് ആക്കല്ല. നീ ആദ്യം ഇത് പഠിക്ക്, എന്നിട്ട് ക്വസ്റ്റ്യൻ വേണ്ട. ഫസ്റ്റ് sovereignty. What is sovereignty? The complete power to take decision on external and internal matter. അപ്പൊ sovereignty എന്ന് പറയുമ്പോൾ പരമാധികാരം, അല്ലെ കംപ്ലീറ്റ് ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനേക്കാളും ഒരു അധികാരം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ദ കംപ്ലീറ്റ് പവർ ടു ടേക്ക് ഡിസിഷൻ ഓൺ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ അഫയേഴ്സ്, അതായത് നമ്മുടെ രാഷ്ട്രീയത്തിനകത്തുള്ള തീരുമാനങ്ങൾ, ഇപ്പോൾ അത് ഇന്റർനാഷണൽ ലെവലിലായാലും ഇന്ത്യയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എടുക്കാനുള്ള അവകാശം ഇന്ത്യക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കകത്ത് തന്നെ ഉള്ള കാര്യങ്ങൾ, നമ്മുടെ സ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ സെൻട്രൽ ഓരോ കാര്യങ്ങൾ, അപ്പോൾ അതിന്റെ ഡിസിഷൻസ് എല്ലാം എടുക്കാനായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പവർ. പ്രത്യേകിച്ചും ആ സമയത്ത് അവർ ഇത് കൊടുത്തതിന്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, when the partition have done, not partition, നമ്മുടെ ഇത് ബ്രിട്ടീഷ് പോകാൻ സമയമായപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അവരുടെ ഒരു ഇൻഫ്ലുവൻസും ഇനി നമ്മുടെ ഇന്റേണൽ അഫയേഴ്സിൽ വരാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഗവൺമെന്റില് അവരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിന്റെ ഒരു കാര്യങ്ങളും അവരിന് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള ക്ലോസ് അവർ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കംപ്ലീറ്റ് പവർ ഇവർക്ക് തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻസിനാണ് എന്നുള്ള കാര്യം ഇതിൽ പറയുന്നത്. ബ്രഹ്മ വീഡിയോ ഓണാക്ക്. സോഷ്യലിസം എന്ന് പറയുമ്പോൾ സ്ഥിതി സമത്വം. ഒരു സോഷ്യൽ ജസ്റ്റിസ് ഈസ് എൻഷുർഡ് ബൈ മിനിമൈസിങ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഇക്വാലിറ്റീസ് ഇൻ സൊസൈറ്റി. അപ്പോൾ സമൂഹത്തിലെ ഈ ഒരു സാമൂഹിക നീതി, അതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ നീതി. അപ്പോൾ ആ ഒരു സമൂഹത്തില് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നിയമമുണ്ട്, അത് കറക്റ്റ് ആയിട്ട് എല്ലാവരിലും എത്തണം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ സോഷ്യൽ ജസ്റ്റിസ് ഈസ് എൻഷുർഡ് ബൈ മിനിമൈസിങ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഇക്വാലിറ്റീസ്. അതായത് രാഷ്ട്രീയപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, സോഷ്യൽ സാമൂഹികപരമായിട്ട്, എക്കണോമിക് സാമ്പത്തികപരമായിട്ട്, ഈ മൂന്ന് കാര്യങ്ങളിലും ഈ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നിരുന്ന അസമത്വം, അതായത് ഈ നമ്മുടെ ഹൈ ക്ലാസ്, ലോ ക്ലാസ്, ആ രീതിയിലുള്ള അത്തരത്തിലുള്ള ആ ഒരു വ്യത്യാസങ്ങളെ മാറ്റുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു സോഷ്യൽ ജസ്റ്റിസ് ഇവിടെ ഇനേബിൾ അല്ലെങ്കിൽ എൻഷുർ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു വീഡിയോ ആണാക്കാൻ? വൈഷ്ണവി, ആദിത്യൻ, ആർഷ, അമൃത, ഇനി വീഡിയോ ഓഫ് ആക്കല്ലേ.
സെക്യുലറിസം എന്ന് പറയുന്നാൽ മതേതരത്വം. The citizens' right to profess and propagate the religion of their preference. The state does not favor any religion. The state has no official religion. അതായത് നമ്മുടെ ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ പീപ്പിൾ, നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഏത് റിലീജിയനിൽ വേണമെങ്കിലും വിശ്വസിക്കാം, അല്ലെങ്കിൽ ഏത് റിലീജിയൻ വേണമെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു മതത്തിൽ വിശ്വസിക്കാം, അതിന്റെ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ഇപ്പൊ അമ്പലത്തിൽ പോകണമെന്നുള്ളവർക്ക് അമ്പലത്തിൽ പോവാം, ഇത് പള്ളിയിൽ പോകണമെന്നുള്ളവർക്ക് പള്ളിയിൽ പോവാം. സിയാനെ വീഡിയോ ഓണാക്ക്. അപ്പോ അത്തരത്തില് എല്ലാ കാര്യങ്ങളിലും അല്ലെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളില് കംപ്ലീറ്റ് ആയിട്ട് ജനങ്ങൾക്കുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം. ഇപ്പൊ സ്റ്റേറ്റിന്, നമ്മുടെ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു സെപ്പറേറ്റ് റിലീജിയൻ ഇല്ല. അല്ല എങ്കിൽ ഇത് ഇന്ന മതത്തിൽ വിശ്വസിക്കണമെന്ന് ഒരു ഗവൺമെന്റും പറയുന്നില്ല. അപ്പോ അതായത് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് ഇതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട്. അതാണ് ഈ സെക്യുലറിസം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് ഡെമോക്രസി, ജനാധിപത്യം. ദ ഗവൺമെന്റ് ഈസ് റൺ ബൈ ദ റെപ്രസെന്റേറ്റീവ്സ് എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. അപ്പോൾ ഈ റെപ്രസെന്റേറ്റീവ്സ്, അതായത് ഇലക്ഷൻ, നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത് ഇലക്ഷൻ. അപ്പോൾ ഇലക്ഷൻ നടത്തി ഇലക്ഷനിൽ ജയിക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഭരിക്കുന്നത്. അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാര് ആണ് നമ്മുടെ ഈ ഒരു ഗവൺമെന്റില്, അല്ലെങ്കിൽ ഇത് ഗവൺമെന്റ് റൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിട്ട് വന്ന് അല്ലെങ്കിൽ നമ്മെ ഗവൺ ചെയ്യുന്നത് നമ്മളെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. അടുത്ത റിപ്പബ്ലിക്. ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡിസൈഡഡ് ത്രൂ എലക്ഷൻ. അതായത് റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഒരാളും എലക്ട് ചെയ്യാതെ നമ്മളെ ഗവേൺ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് നമ്മുടെ ഹു ഇസ് ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ്? ആരാ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്? പ്രസിഡന്റ്. അപ്പോൾ ഹെഡ് ഓഫ് ദ പ്രസിഡന്റിനെ തന്നെയും ഡിസൈഡഡ് ത്രൂ ഇലക്ഷനിൽ. അപ്പോൾ എല്ലാരെയും ഇലക്ഷനിലൂടെയാണ് നമ്മൾ ഇത് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ ആരെയും അല്ലാത്ത രീതിയിൽ നമ്മൾ എടുക്കുന്നില്ല. കംപ്ലീറ്റ് ഇലക്ഷനിലൂടെയാണ് നമ്മെ ഭരിക്കേണ്ട ആൾക്കാരെ നമ്മൾ എലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു പ്രിയാമ്പിളിന്റെ ആ ഒരു എന്താ പറയുന്നത് മേജർ ഗോൾസ് എന്ന് പറയുന്നത്. കാര്യം ഈ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഓരോരോ നിയമങ്ങളായിട്ട് നമ്മുടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ സോഷ്യലിസം അല്ലെ എക്കണോമിക് ഈ ഒരു ഇനിക്വാലിറ്റീസിനെതിരായിട്ട് ഇപ്പൊ ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി. അപ്പോൾ അടുത്ത ആർട്ടിക്കിൾ 15 നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അടുത്ത് ആർട്ടിക്കിൾ 16 എനിക്ക് ഓർമ്മയില്ല, 17 നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അബോളിഷൻ ഓഫ് ഇതാണെന്ന് തോന്നുന്നു, ഇത് എന്താ പറയുക, അൺടച്ചബിലിറ്റി അതുപോലുള്ള കാര്യങ്ങൾക്കുള്ള അതിന്റെ അബോളിഷനും അതൊക്കെ. ആർട്ടിക്കിൾ 19 നോക്കിക്കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് പ്രസ്, ഇതെല്ലാം. ആർട്ടിക്കിൾ 21 നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ടു ലൈഫ്. എനിക്കൊന്ന് ആർട്ടിക്കിൾ 25 ആയിരിക്കും നമ്മുടെ റൈറ്റ് ടു റിലീജിയനും റൈറ്റ് ടു മാരേജും എല്ലാം. അപ്പൊ അത്തരത്തില് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം അവിടെ തരുന്നുണ്ട് ത്രൂ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളിലും എല്ലാത്തിലും നമ്മുടെ ആ ഗവൺമെന്റിന്റെ ആ ഒരു ഫോർമേഷനും, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലോ ബേസ്ഡ് ആണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് മോർ പവർ. അപ്പൊ ഇത്രയും അവകാശങ്ങളെല്ലാം നമുക്ക് ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻട്രൊഡക്ഷൻ. അപ്പൊ ആമുഖം. അപ്പൊ ഇതിനകത്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളതിന്റെ ഒരു സമ്മറി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രിയാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. You are now familiar with the basic goals of the constitution from the preamble. അപ്പോൾ ഈ പ്രിയാമ്പിൾ ഇത്രയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. റിപ്പബ്ലിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് രാജ്യ തലവൻ, അതായത് നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെയും ഈ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു രീതിയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അതാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാള്, അയാളായിരിക്കും നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. അല്ലെ, നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരാളെയാണ് നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ടും എടുക്കുന്നത്. ഇപ്പൊ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം, ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല ഒരു പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നു. ആ റെപ്രസെന്റേറ്റീവ്സ് അതിൽ നിന്നൊരാളെ പ്രസിഡന്റ് ആക്കുന്നു, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. അതിനാണ് ആ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. വൈഷ്ണവി,
സെക്യുലറിസം. സെക്യുലറിസം എന്ന് പറയുമ്പോൾ ഏത് മതത്തിലും നമുക്ക് വിശ്വസിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ ഏത് മതത്തിലും. ഇപ്പൊ ക്രിസ്ത്യാനി ആവണമെങ്കിൽ ക്രിസ്ത്യാനി ആവാം, ഇത് മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ആവാം, ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ആവാം. അവർക്കാർക്കും അല്ലാതെ ഗവൺമെന്റ് ഒരിക്കലും ഇന്ന റിലീജിയനിൽ വിശ്വസിക്കണം എന്ന് കേട്ടൂടെ? ഇപ്പൊ ഒന്നും കേട്ടൂടെ? ഇടയ്ക്ക് സ്റ്റക്കായി. അതെ, ഞാനും അവിടെ നിർത്തിയായിരുന്നു. ഞാന് സ്റ്റക്കായെന്ന് കണ്ടത് ഞാനും അവിടെ നിർത്തിയായിരുന്നു. അപ്പൊ സെക്യുലറിസം എന്ന് പറയുമ്പോ ഈ ഒരു റിലീജിയനിൽ, ഏതൊരു റിലീജിയനിലായാലും വിശ്വസിക്കാനുള്ള ആ ഒരു അവകാശം, അതിനാണ്. കാരണം സ്റ്റേറ്റ് ഒരിക്കലും ഇന്ന റിലീജിയനിൽ ബിലീവ് ചെയ്യണമെന്ന് പറയുന്നില്ല, അല്ലെ ഇന്ന റിലീജിയൻ മാത്രമേ നിങ്ങൾ ഇത് എന്താ പറയുന്നത് ഏറ്റെടുക്കാവൂ എന്ന് പറയുന്നില്ല. വി ക്യാൻ ബിലീവ് ഇൻ എനി റിലീജിയൻ. അപ്പൊ അതാണ് ആ ഒരു എന്താ പറയുന്ന ആ ഒരു അവകാശമാണ് നമ്മൾ സെക്യുലറിസം എന്ന് പറയുന്നത്. വേറെ ആർക്കാണ് എന്താ ഡൗട്ട്? ഓക്കെ, അപ്പൊ ആർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മേജർ ഗോൾസ് എന്തൊക്കെയാണെന്ന് അറിയാം. ഡിസ്കസ് ദം ഇൻ ഡീറ്റെയിൽ ഇൻ ക്ലാസ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ ഗോൾസ് ഓഫ് ജസ്റ്റിസ്, ഫ്രീഡം, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ദാറ്റ് ഓർ ടു ബി എൻഷുർഡ് ബൈ സ്റ്റേറ്റ് ഫോർ സിറ്റിസൺസ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ പ്രിയാമ്പിൾ. അതായത് നമ്മുടെ ഇവിടെ ഫസ്റ്റ് വൺ ജസ്റ്റിസ്, നീതി. അതായത് നമ്മുടെ ആ ഒരു കോടതി, കോർട്ട്, ലോ, ഇതെല്ലാം നമുക്ക് എൻഷുർ ചെയ്തിട്ടുണ്ട്. ഫ്രീഡം, നമുക്കുള്ള അവകാശങ്ങൾ, നമുക്ക് അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം. നമുക്ക് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 19 വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എല്ലാം. ഇക്വാലിറ്റി, അപ്പോൾ നമ്മുടെ ഇവിടെ പറയുന്നുണ്ട് ഈക്വൽ, ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട് ഈക്വൽ, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അതായത് എല്ലാവരും ഈക്വൽ ആണ്, ഒന്നിന്റെ ബേസിസിലും അവരെ എന്തോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ അത്തരത്തില് എല്ലാ കാര്യത്തിലും ജനങ്ങളെല്ലാം തന്നെ ഈക്വൽ ആണ് എന്നുള്ള ആ ഒരു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് ഫ്രറ്റേണിറ്റി. ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യം. അതായത് എല്ലാ ആൾക്കാരും നമ്മുടെ പറയത്തില്ലേ, നമ്മുടെ പ്ലഡ്ജി പറയത്തില്ലേ, എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണ് എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് ഇവിടെ സംഭവം. അതായത് എല്ലാവരും നമ്മൾ ഒരുമിച്ച് ജീവിക്കണം. അതായത് ഇങ്ങനെ പരസ്പരം അടിയുണ്ടാക്കാതെ, അതായത് വേറെ വയലൻസോ അതൊന്നും പാടില്ല. എല്ലാവരും സാഹോദര്യത്തോടു കൂടെ എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ജീവിക്കണം എന്നുള്ള കാര്യമാണ് ആ ഒരു ഫ്രറ്റേണിറ്റി കൊണ്ട് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതും അവരതിൽ പറയാത്ത കാര്യങ്ങളാണ്, അത് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഫ്രറ്റേണിറ്റി കണ്ടോ, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. അപ്പൊ ഇതെല്ലാം തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് ആണ്, അല്ലെ ഗോൾസ് ആണ്. അപ്പൊ ഇതിൽ എന്താ ഡൗട്ട് ഉണ്ടോ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന്? ഉണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ എന്തോന്നാണ്? എടാ, ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഓരോ ഭേദഗതി, അതിൽ ഓരോ നിയമങ്ങളെയാ ഓരോ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അയച്ചില്ലേ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഞാൻ അയച്ചില്ലേ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഞാൻ നിങ്ങൾക്ക് അന്ന് അയച്ചായിരുന്നു. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16. അപ്പൊ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഓരോ നിയമങ്ങൾ. അപ്പൊ ഓരോ നിയമങ്ങള് അതിന്റെ ആ ഒരു നമ്പർ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ഇന്ന നിയമപ്രകാരം ഇത് തെറ്റാണ്, ഇന്ന ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇന്ന ആർട്ടിക്കിൾ പ്രകാരം ഇത് തെറ്റാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. അതാണ് സംഭവം. വേറെ ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. കൊള്ളാലോ.
നീ അത് ഫോൺ അനക്കാതെ വെച്ചിരുന്നാൽ മതി, ഒരിടത്ത് വെച്ചിരുന്നാൽ മതി, റെഡിയാവും. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്: പാർലമെന്ററി സിസ്റ്റം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, റൂൾ ഓഫ് ലോ, ഫെഡറൽ സിസ്റ്റം, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. അപ്പൊ പാർലമെന്ററി സിസ്റ്റവും എല്ലാം ഇത് എന്തൊക്കെയാണെന്ന് നമ്മളിവിടെ വിശദമായിട്ട് ഓരോന്നോരോന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ അപ്പൊ ആ സമയത്ത് ഞാൻ ഇതിന്റെ ഓരോന്നിന്റെയും മീനിങ്ങും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ്, ഈ ഫീച്ചേഴ്സ് ഇത്രയും കാണാതെ പഠിക്കണേ, അതിന് മാറ്റമൊന്നുമില്ല. ഈ ഫീച്ചേഴ്സ് അത്രയും നിങ്ങൾ കാണാതെ പഠിക്കണം. ഫസ്റ്റ്, പാർലമെന്ററി സിസ്റ്റം. അശ്വിൻ എന്തോ ചോദിക്കാണ്ടായിരുന്നല്ലോ? ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പാർലമെന്റ് സിസ്റ്റം എന്തോന്നാണ് അങ്ങനെയൊക്കെ? അതെ അതെ അതെ, ഇതിന്റെ എല്ലാം ഇതിന്റെ ഓരോ സവിശേഷതകൾ ഇത് എല്ലാം പഠിക്കുന്നു. ഇതെല്ലാം പഠിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും എന്തൊക്കെയാണെന്നുള്ള കാര്യവും നമ്മൾ അവിടെ പഠിക്കണം. എളുപ്പമാണ്. മെയിൻ ആയിട്ടുള്ള കാര്യം ഈ സ്ക്രീൻ ഷെയറിൽ ഇങ്ങനെ വരച്ചിട്ട് വരും. ഞാൻ വരച്ചിട്ട് തരാം. എടാ എളുപ്പമാണ്. അതായത് 1, 2, 3 പോയിന്റ്സ് വെച്ചായിരിക്കും നിങ്ങൾക്ക് ഇതിൽ പഠിക്കേണ്ടി വരും. അല്ലാതെ ഇത് കുറെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മാത്രം മതി. ഓക്കെ. The Indian Constitution envisages a parliamentary democratic system. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർലമെന്ററി സിസ്റ്റം നമ്മുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത്, എൻവിസേജ് അല്ലെങ്കിൽ വിഭാവനം ചെയ്യുന്നത് അല്ലെങ്കിൽ നൽകുന്നത് എന്താണ്? പാർലമെന്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് പാർലമെന്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം? അതെന്താണെന്ന് നോക്കാം. People elect their representatives through universal adult franchise to govern the country. അപ്പോൾ what is universal adult franchise? എന്താണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചതാ, വോട്ടവകാശം. അപ്പോ ഈ വോട്ടവകാശം എന്നുള്ള അതിലൂടെ നമ്മൾ പീപ്പിൾ എലക്ട് ദെയർ റെപ്രസെന്റേറ്റീവ്സ്, നമ്മുടെ ജനങ്ങള് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ടു ഗവേൺ ദ കൺട്രി, നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട്. സിയാനെ വീഡിയോ ഓൺ ചെയ്, എല്ലാരും വീഡിയോ ഓൺ ചെയ്. ബ്രഹ്മൻ, ആദിത്യൻ, ദിലീപ്, ആർഷ, ആർദ്ര, അമൃത. The elected members function as a council of people's representatives. അപ്പോൾ ഈ ഒരു കൗൺസിൽ, ഈ എലക്റ്റഡ് മെമ്പേഴ്സ്, എലക്ട് ചെയ്ത ഈ ഒരു മെമ്പേഴ്സ് അവരവിടെ ഒരു കൗൺസിലായിട്ട് ആക്ട് ചെയ്യും. This council of representatives known as the parliament. അപ്പോൾ the elected members functions as the council of people's representative. അപ്പോൾ അവര് ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ആയവര് അവര് ഒരു കൗൺസിലായിട്ട്, ഒരു ടീമായിട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. ആ കൗൺസിൽ ഓഫ് റെപ്രസെന്റേറ്റീവ്സിനാണ് നമ്മൾ പാർലമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ എലക്ട് ചെയ്ത് വിടുന്ന MLA അല്ലെങ്കിൽ എം പിമാര് അവരവിടെ ഡൽഹിയിൽ പോയിട്ട് അവിടെ ആ ഒരു പാർലമെന്റിൽ അവർ ഒരുമിച്ച് ചേരും. അപ്പൊ ആ ഒരു ഇതിനെ എന്ന് പറയുന്നത് അവരൊരു കൗൺസിലായിട്ട് മാറും. ആ ഒരു കൗൺസിലിനെയാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. സിയാന് നല്ല ഉറക്കം വരുന്നുണ്ട്. The parliamentary system is a form of government formed by the elected representative. അതായത് പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത് എ ഫോം ഓഫ് ഗവൺമെന്റ്, ഈ ഗവൺമെന്റിന്റെ ഒരു ഫോമാണ്. ആരൊക്കെയാ? ഫോംഡ് ബൈ ദ എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്. ഈ എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്, നമ്മൾ ഈ എലക്ട് ചെയ്ത് വിട്ട ആൾക്കാര് അവര് ചേർന്ന ആ ഒരു ഫോം ഓഫ് ഗവൺമെന്റ്, അവര് ചേർന്ന് നമ്മളെ ഭരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനാണ് ഈ പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമുക്ക് നിയമം ഉണ്ടാക്കുന്നതെല്ലാം പാർലമെന്റ് ആണ്, ലെജിസ്ലേറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ ലെജിസ്ലേറ്റീവ് അങ്ങനെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കാനുള്ള അധികാരം കൊടുത്തത് നമ്മൾ ജനങ്ങളാണ്. ബിക്കോസ് വി എലക്റ്റഡ് ദം. അവരെന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റേറ്റീവ്സ് ആണ്. അപ്പൊ അതിനെയാണ് നമ്മുടെ ആ ഒരു പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ പാർലമെന്ററി ഇതും ഇമ്പോർട്ടന്റ് ആണ്. ലോ മേക്കിംഗ് ഈസ് എ മേജർ ഫംഗ്ഷൻ ഓഫ് ദ പാർലമെന്റ്. അപ്പോൾ പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താ? ലോ മേക്കിംഗ്. ലോ മേക്കിംഗ് ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. In India, there are elected councils of people's representatives at the center and in the state according to the parliamentary system of government. അപ്പോൾ നമുക്കറിയാം, നമുക്ക് കേന്ദ്രത്തിൽ സെൻട്രലിലും ഉണ്ട്, ഇവിടെ സ്റ്റേറ്റിലും ഉണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ആരെ എലക്ട് ചെയ്യുന്നത്?
നമ്മുടെ സ്റ്റേറ്റ് പാർലമെന്റിലേക്ക് വേണ്ടിയിട്ട് ആരെ എലക്ട് ചെയ്യുന്നത്? നമ്മൾ ആരെ എലക്ട് ചെയ്യും? സാർ കേട്ടില്ല. നമ്മളെ സ്റ്റേറ്റ്സിലത്തേക്ക് നമ്മള് റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതായത് നമ്മുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരളം ഭരിക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ എലക്ട് ചെയ്യാറുണ്ട്. കേന്ദ്രം ഭരിക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ എലക്ട് ചെയ്യാറുണ്ട്. നമ്മൾ കേരളം ഭരിക്കാനായിട്ട് ആരെയാണ് നമ്മൾ എലക്ട് ചെയ്യുന്നത്? ആരെ? ചീഫ് മിനിസ്റ്റർ ആണ്. അതായത് അവരെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവരൊക്കെ ആരാ? MLA ആണോ, MP ആണോ, അതോ ആരാണ്? MLA അല്ലേ? MLA, അതായത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പൊ സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും, അപ്പൊ കേന്ദ്രത്തിലാണെങ്കിൽ ആരെ നമ്മൾ എലക്ട് ചെയ്യുന്നത്? MP, മെമ്പർ ഓഫ് പാർലമെന്റ്. അതെ, അപ്പൊ മെമ്പർ ഓഫ് പാർലമെന്റ്. അതായത് അപ്പൊ അവിടെ നമ്മൾ പാർലമെന്റ് എന്നും പറയും, ഇവിടെ നമ്മൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും പറയും. അപ്പൊ ഈ ഒരു ഇവിടെ പറയുന്ന എത്രയുള്ളൂ, ഈ പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഇപ്പൊ സ്റ്റേറ്റിലും ഉണ്ട്, സെൻട്രലും ഉണ്ട്, കേരളത്തിലും ഉണ്ട്, കേന്ദ്രത്തിലും ഉണ്ട്. അപ്പൊ കേരളത്തിലാണെങ്കിൽ നമ്മൾ MLA സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ട്, കേന്ദ്രത്തിലാണെങ്കിൽ പാർലമെന്റും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എലക്ട് ചെയ്യും, MLA. കേന്ദ്രത്തിലേക്കാണെങ്കിൽ നമ്മൾ മെമ്പർ ഓഫ് പാർലമെന്റ് MP എലക്ട് ചെയ്യും. അപ്പോ ദിസ് ഈസ് there is a parliament at the center and state legislative assembly in the state. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലും അതുപോലെ തന്നെ സെന്ററിലും ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്. അപ്പോൾ അതായത് പാർലമെന്റ് അറ്റ് ദ സെന്റർ, ഇവിടെ നോക്കി, പാർലമെന്റ് അറ്റ് ദ സെന്റർ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ കേന്ദ്രത്തുള്ളത് പാർലമെന്റും നമുക്കിവിടെ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്സും ആണ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ആണ്. അതുകൊണ്ടാണ് MLA ആൻഡ് MP. The Prime Minister and other ministers can continue in power till they enjoy the majority in the parliament. അപ്പോൾ അവർക്ക് പാർലമെന്റിലാണെങ്കിൽ അവർക്ക് അവിടെ മെജോറിറ്റി കിട്ടുന്നത് വരെയും അവർക്ക് ഗവൺമെന്റിന്, പ്രൈം മിനിസ്റ്ററിനും അതർ മിനിസ്റ്റേഴ്സിനും അവർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഇലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് 1/3, അതായത് 2/3 ഓഫ് ദ സീറ്റ്, അപ്പൊ 2/3 സീറ്റ്സ് അവർക്ക് വേണം. അപ്പൊ 2/3 സീറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാ, എന്ത് പറയാൻ, ഓക്കെ, അവർക്ക് അവിടെ ഒരു മെജോറിറ്റി, അതായത് സീറ്റ്, ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ആള് അവിടെ ഭരിക്കും. അതാണ് സംഭവം. അപ്പൊ അങ്ങനെ ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏത് പാർട്ടിക്കാണ്, ഇപ്പൊ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ പാർട്ടി വൈസ് ആയിരിക്കും. ഇപ്പൊ കോൺഗ്രസ് ഒരു പാർട്ടി, അടുത്ത് BJP ഒരു പാർട്ടി. ഇപ്പൊ കേന്ദ്രത്തിൽ നോക്കുകയാണെങ്കിൽ BJPയും കോൺഗ്രസും, ഇവർ രണ്ടുപേരാണ് മേജർ പാർട്ടീസ് ആയിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിലോ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. ഇപ്പൊ കേന്ദ്രത്തിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടെങ്കിലും വളരെ കുറവാണ്. അപ്പോ ആർക്കാണോ അവിടെ മെജോറിറ്റി കിട്ടുന്നത്, അല്ലെ പാർലമെന്റിൽ ആർക്കാണോ മെജോറിറ്റി കിട്ടുന്നത്, അവർക്ക് പ്രൈം മിനിസ്റ്ററിനെ സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ അതർ മിനിസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യാം. അവർക്ക് ആ ഒരു മെജോറിറ്റി നഷ്ടപ്പെടുന്നത് വരെ അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും, അവർക്ക് അവിടെ ഭരിക്കാൻ സാധിക്കും. ഇപ്പൊ മോദി അടുത്ത് തോക്കുന്നത് വരെ, ഇലക്ഷനിൽ തോക്കുന്നത് വരെ, അല്ലെങ്കിൽ അവിടെ പാർലമെന്റ് സീറ്റില് അവർക്ക് അവിടെ സീറ്റ് കുറയുന്നത് വരെ മോദിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സംഭവം. സിമിലർലി, വീഡിയോ ഓണാക്ക്. The chief minister and the ministers can continue in power till they enjoy the majority in the state legislative assembly. അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തില് ഈ MLA-മാരില് അവർക്ക് ഈ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിക്ക് അവർക്ക് അവിടെ സീറ്റ്, മെജോറിറ്റി സീറ്റ് കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത് വരെ അവർക്ക് അവിടെ ഭരിക്കാനായിട്ട് പറ്റും. ഇപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ്, അതായത് ഇവിടെ കൂടുതൽ സീറ്റ്, പാർലമെന്റിൽ കൂടുതൽ സീറ്റ് ഉള്ളത് നമ്മുടെ BJPക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഭരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സീറ്റ് ആർക്ക് കിട്ടോ അവര് അവിടെ ഭരിക്കും.
അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ അവർക്ക് 282 സീറ്റ്സ് എലോൺ അവർക്ക് കിട്ടി. അതിലൊരു ടോട്ടൽ 545 സീറ്റ്സ് ആണ് നമുക്കുള്ളത് ടോട്ടൽ. അതിൽ 282 സീറ്റ്സും അവർക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ പകുതിയിൽ കൂടുതൽ അവർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവിടെ ധൈര്യമായിട്ട് ഭരിക്കാനുള്ള അവകാശം ഉണ്ട്. അപ്പൊ 50% ആണ് കേട്ടോ. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി 140 സീറ്റ്സ് ആണ് ഉള്ളത്. അപ്പോ അതിന്റെ ഹാഫ് പ്ലസ് 1 സീറ്റ് ആർക്ക് കിട്ടും? അതായത് ഈ 140ന്റെ പകുതി പ്ലസ് 1, അതായത് 71 സീറ്റ് ആർക്ക് കിട്ടോ അവർക്ക് കേരളം ഭരിക്കാൻ പറ്റും. അതാണ് കേരളത്തിന്റെ സിസ്റ്റം. അപ്പൊ അവർക്ക് ഭരിക്കാൻ പറ്റുന്നത് എങ്ങനെയാ? കേന്ദ്രത്തിലാണെങ്കിൽ അവർക്ക് മെജോറിറ്റി കിട്ടണം, ഇവിടെ കേരളത്തിലാണെങ്കിൽ അവർക്ക് മെജോറിറ്റി കിട്ടും. മെജോറിറ്റി ആർക്ക് കിട്ടോ അവർക്ക് അവിടെ ഭരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ സിമിലർലി ദ ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ക്യാൻ കണ്ടിന്യൂ പവർ ടിൽ ദേ എൻജോയ് ദ മെജോറിറ്റി ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അല്ലെങ്കിൽ നമ്മുടെ MLA-മാരിൽ അവരിലും ഇതേപോലെയാണ്. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ആൾക്ക് ചീഫ് മിനിസ്റ്റർ ആവാം, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ചീഫ് മിനിസ്റ്റർ ആവാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ മിനിസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവർക്കത് ആ മെജോറിറ്റി നഷ്ടപ്പെടുന്നത് വരെ അവിടെ ഭരിക്കാനായിട്ട് പറ്റും. The parliamentary system ensures the people's authority and control over the rulers through the elected representatives. അപ്പോൾ ഈ പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത് ആളുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ അധികാരമാണ്. ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവുമാണ്. എങ്ങനെ സിയാനെ ആരോ മൈക്കും വിളിച്ചോണ്ട് പോകുന്നു. അപ്പൊ ഈ ഒരു പാർലമെന്ററി സിസ്റ്റത്തിന്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ് ആ ഒരു പവർ ഉള്ളത്. എങ്ങനെ? ദേ ആർ എലക്ടിങ് പീപ്പിൾ. അപ്പൊ അവരാണ് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള പവർ ഉണ്ടായിരിക്കും. On the contrary, in the presidential system, the people directly elect the head of the state. United States of America and France are examples. പക്ഷേ ആക്ച്വലി ദ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഈ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് പ്രസിഡന്റിനെ അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തില് ഈ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലാണെങ്കിൽ ആളുകൾ ഡയറക്റ്റ് ആയിട്ട് പ്രസിഡന്റിനെ എലക്ട് ചെയ്യും. അതാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം. അപ്പൊ നമുക്കിവിടെ രണ്ട് സിസ്റ്റം ഉണ്ട്. പ്രസിഡൻഷ്യൽ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ ഈ റെപ്രസെന്റേറ്റീവ് ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഫോം ചെയ്യുന്നതാണ് ഈ പാർലമെന്ററി സിസ്റ്റം അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ഫോം അല്ലെങ്കിൽ പാർലമെന്ററി സിസ്റ്റം എന്ന് പറയാം. പക്ഷെ പ്രസിഡൻഷ്യൽ ഫോം എന്ന് പറയുമ്പോൾ അവിടെ ഡയറക്റ്റ് ആയിട്ട് ജനങ്ങളെ നമ്മുടെ ആൾക്കാരെ നമ്മുടെ പ്രസിഡന്റിനെ എലക്ട് ചെയ്യും. ഇവിടെയാണെങ്കിൽ പ്രസിഡന്റിനെ എങ്ങനെ എലക്ട് ചെയ്യുന്നത്? നമ്മൾ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യും. ആ റെപ്രസെന്റേറ്റീവ്സ് ആണെങ്കിൽ നമ്മുടെ പ്രസിഡന്റിനെ അവർ തെരഞ്ഞെടുക്കുന്നതാണ്. പക്ഷെ പ്രസിഡൻഷ്യൽ ഫോം ആണെങ്കിൽ പ്രസിഡന്റിനെ ഡയറക്റ്റ് ആയിട്ട് എലക്ട് ചെയ്യും. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ അമേരിക്ക. കുറച്ച് നാൾ ആയതേ ഉള്ളൂ നമ്മൾ ട്രംപിനെ എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ജോ ബൈഡൻ കയറിയിട്ട്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇലക്ഷൻ ആയിട്ട് ജനങ്ങളെ എലക്ട് ചെയ്യുക ആയിരുന്നു. ഡയറക്റ്റ് ആയിട്ട് ആര് നമ്മുടെ പ്രസിഡന്റ് ആവണം എന്നുള്ള കാര്യം അവിടെ ഡയറക്റ്റ് ആയിട്ട് അവിടെ എലക്ട് ചെയ്യുകയായിരുന്നു. അപ്പൊ ഫ്രാൻസിലും ഇതുപോലെയാണ്. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണ് നടക്കുന്നത്. പ്രസിഡന്റിന് കൂടുതൽ പവർ ഉണ്ടാവും. അപ്പോ പ്രസിഡന്റിന് കൂടുതൽ പവർ ഉണ്ടാവുമ്പോൾ അതുകൊണ്ടാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ പാർലമെന്ററി സിസ്റ്റത്തിൽ ആർക്കാ കൂടുതൽ പവർ ഉണ്ടാവുക? ആർക്കാ? പ്രൈം മിനിസ്റ്റർ. കാരണം വി ആർ എലക്ടിങ് ദം. അപ്പൊ നമ്മൾ എലക്ട് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എലക്ട് ചെയ്തവരാണ് ഇവരെല്ലാം. എന്നിട്ട് അവരിൽ നിന്നാണ് ഈ പ്രൈം മിനിസ്റ്ററും എല്ലാം ഫോം ചെയ്യുന്നത്. അതൊക്കെ ഓക്കെ. പക്ഷെ എന്നാലും നമ്മളിവിടെ പാർലമെന്ററി ഫോം ഇത് ചൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൺട്രി ഇന്ത്യ പാർലമെന്ററി ഫോം ഫോളോ ചെയ്യുന്നത് കൊണ്ട് പ്രൈം മിനിസ്റ്ററിനാണ് കൂടുതൽ പവർ വരുന്നത് പ്രസിഡന്റിനെക്കാൾ. അത് മനസ്സിലായോ? എന്താ ഡൗട്ട് ഉണ്ടോ?
എന്തായാലും മനസ്സിലായോ? ഇല്ല സാർ. മെജോറിറ്റി എന്ന് പറഞ്ഞ എന്താണ്? ഭൂരിപക്ഷം. സിയാനെ നിനക്കത് മനസ്സിലാവണല്ലേ? ആണ് സാർ. പക്ഷേ ഈ പാർലമെന്റ് ഭരിക്കുന്നത് BJP ആണെന്ന്. എന്താടാ കേട്ടില്ല? സാറ് പറഞ്ഞില്ലേ പാർലമെന്റിൽ ഭരിക്കുന്നത് BJP ആണെന്ന്. ആ, അപ്പൊ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആരാണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റേറ്റിനും ഓരോ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. ഇപ്പൊ കേരളത്തിന് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, തമിഴ്നാടിന് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, കർണാടകയ്ക്ക് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അപ്പൊ കേരളത്തിൽ ആരാ ഭരിക്കുന്നത്? ഇവിടെ കമ്മ്യൂണിസ്റ്റ് അല്ലേ? ഇവിടെ കമ്മ്യൂണിസ്റ്റ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാ. വൈഷ്ണവി സാർ അതിലെ സെക്കൻഡ് പാരാഗ്രാഫ് ഒന്നേന്ന് പറഞ്ഞാലോ? സെക്കൻഡ് പാരഗ്രാഫ് ഏതാ? ഇതാണോ? ഇൻ ഇന്ത്യ there are elected councils, അതാണോ? ഓ. അപ്പോ അതായത് ഇന്ത്യയിൽ എന്ന് പറയുന്നത് നമ്മുടെ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ് ആണല്ലോ. അതായത് നമ്മൾ എലക്ട് ചെയ്ത റെപ്രസെന്റേറ്റീവ്സ് ആണല്ലോ നമ്മളെ ഭരിക്കുന്നത്. അപ്പോ അവിടെ അതിനെയാണ് നമ്മൾ ആ പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സെൻട്രലിലും സ്റ്റേറ്റിലും പാർലമെന്റിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും അല്ലെങ്കിൽ MLA ഇലക്ഷനും അതുപോലെ തന്നെ MP ഇലക്ഷനും ഇത് രണ്ടും കൂടെ നമ്മൾ എലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പൊ അതിനെയാണ് പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആ പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ സെന്ററിലും അതുപോലെ തന്നെ സ്റ്റേറ്റിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഗവൺമെന്റ്സ് ഉണ്ട്. അപ്പൊ രണ്ടിടത്തും നമുക്ക് ഇഷ്ടമുള്ള ഗവൺമെന്റിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് എലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാ. ഇപ്പൊ അവിടെ നമ്മൾ സെൻട്രലാണെങ്കിൽ പാർലമെന്റും സ്റ്റേറ്റിലാണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ആണ് ഉള്ളത്. അപ്പോൾ MP ഇലക്ഷനിൽ നമുക്ക് സെൻട്രലിലുള്ള ആൾക്കാരെ എലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സ്റ്റേറ്റ് ഇത് MLA ഇലക്ഷനിലാണെങ്കിൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ളവരെ നമുക്ക് എലക്ട് ചെയ്യാനും പറ്റും. ഇനി പാർലമെന്റില് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഹെഡ്. അപ്പൊ പ്രൈം മിനിസ്റ്ററിനും അവിടുത്തെ മിനിസ്റ്റേഴ്സിനും അവിടെ മെജോറിറ്റി ഉണ്ടാവുന്നത് വരെ അല്ലെ മെജോറിറ്റി നഷ്ടപ്പെടുന്നത് വരെ അവർക്ക് അവിടെ ഭരിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണെങ്കിൽ സ്റ്റേറ്റിലാണെങ്കിൽ എക്സാമ്പിൾ കേരളത്തിലാണെങ്കിൽ ഇവ പിണറായി വിജയനും അല്ലെ പിണറായി വിജയനും ഗവൺമെന്റിനും അവർക്ക് ഈ ഒരു ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നത് വരെ അവർക്കും ഭരിക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു 5 വർഷത്തിനിടയ്ക്ക് എങ്ങനെയെങ്കിലും അവരുടെ ഭൂരിപക്ഷം കുറെ പേര് കോൺഗ്രസിലോട്ട് ചേർന്നെന്ന് വെക്കുക. ഇപ്പൊ അവർക്ക് 100 സീറ്റ് ഉണ്ടെന്ന് വെക്കുക. അപ്പൊ അതില് ഒരു 40 പേര് കോൺഗ്രസിലോട്ട് ചേർന്നു എന്ന് വെക്കുക, ഈ എലക്ട് ചെയ്തിട്ടുള്ളവര്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റിന് നഷ്ടപ്പെടും. ടോട്ടൽ സീറ്റ് നോക്കുമ്പോൾ അവരുടെ എണ്ണം കുറെ 70-ന് താഴെയാവും. അങ്ങനെയാണെങ്കിൽ അവർ രാജിവെച്ച് ഒഴിയേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെയാണ് കേന്ദ്രത്തില്. അവർക്ക് ആ ഒരു മെജോറിറ്റി കിട്ടുന്നത് വരെ നമുക്കവിടെ അറിയാൻ പറ്റും എന്താ അവർക്ക് ഈ മെജോറിറ്റി കിട്ടുന്നത് വരെ മെജോറിറ്റി ഉണ്ടായിരിക്കുന്നത് വരെ അവർക്ക് അവിടെ ഭരിക്കാൻ പറ്റും. അതിപ്പോ ഇലക്ഷനിലൂടെ ആയാലും എങ്ങനെയായാലും ഇപ്പൊ മോദി കഴിഞ്ഞ 2 ടേമായിട്ട് കയറി. അപ്പൊ അവർക്ക് അവിടെ മെജോറിറ്റി കിട്ടുന്നത് കൊണ്ട് മോദിക്ക് അവിടെ ഭരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനെയാണ് ഈ ഒരു പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ പാർലമെന്ററി സിസ്റ്റം എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. പാർലമെന്ററി സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു എലക്റ്റഡ് ആയിട്ട് റെപ്രസെന്റേറ്റീവ്സിനെയാണ് വരുന്നത്. അത്രയും മനസ്സിലായോ? ഇനി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ഇനി പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റിനെ ഡയറക്റ്റ് ആയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കും. അപ്പൊ എക്സാമ്പിൾ നമ്മുടെ അമേരിക്കയിൽ ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ ട്രംപും ജോ ബൈഡനും മത്സരിച്ചപ്പോ ഇപ്പോ അവിടുത്തെ ജനങ്ങളെല്ലാം പോയി ഇതിലാര് വേണമെന്നുള്ള കാര്യം അവര് എലക്ട് ചെയ്തു. അത് ഇതിലാര് വേണമെന്നുള്ള കാര്യം അവര് പോയി ഇത് വോട്ടിട്ടു. ഇവരിൽ ആര് പ്രസിഡന്റ് ആവണമെന്നുള്ള കാര്യം വോട്ടിട്ടു. അപ്പൊ ഏറ്റവും കൂടുതൽ പക്ഷെ അമേരിക്കൻ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ കംപ്ലീറ്റ്ലി വ്യത്യസ്തമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് കേട്ടോ. അത് പ്രസിഡൻഷ്യൽ ഇങ്ങനെ ഒരു സിസ്റ്റം ആണെങ്കിലും അവരുടെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ അതിപ്പോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല, ഉറപ്പാ. കാര്യം അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് അവന്മാർക്കുള്ളത്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. അവർ ഈ 2 പേരിൽ ആര് വേണമെന്നുള്ള കാര്യം അവരെ എലക്ട് ചെയ്തു. എന്നിട്ട് അതിലിപ്പോ ജോ ബൈഡൻ ജയിച്ചത് കൊണ്ട് ജോ ബൈഡൻ അടുത്ത പ്രസിഡന്റ് ആയി. നമ്മുടെ ട്രംപിനെ എടുത്ത് കളയുകയും ചെയ്തു.
സാറിത് ഇപ്പൊ നടന്നതാണ്. ഇപ്പൊ നടന്നു. ഇപ്പൊ കഴിഞ്ഞ നവംബറിൽ നടന്നതാ. അതാണ് അവരുടെ ആ ഒരു ഇലക്ഷൻ. സാർ അമേരിക്കയിലെ പ്രസിഡന്റിനാണ് പ്രാധാന്യം കൂടുതല്. അതാണ് ഞാൻ അടുത്ത് പറയുന്നത്. പ്രസിഡൻഷ്യൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഏത് കൺട്രി ആയാലും പ്രസിഡന്റിനായിരിക്കും പവർ കൂടുതൽ. പക്ഷെ പാർലമെന്ററി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രൈം മിനിസ്റ്ററിനായിരിക്കും പവർ കൂടുതൽ. മനസ്സിലായോ? അപ്പോ അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഫോം ആണ്, അതുകൊണ്ട് തന്നെ പ്രസിഡന്റിനാണ് പവർ കൂടുതൽ. അവിടെ പ്രൈം മിനിസ്റ്റർ ഉണ്ടോ? പ്രൈം മിനിസ്റ്റർ ഉണ്ട്, പക്ഷെ അവർക്ക് അതായത് അവിടെ കോൺഗ്രസ് എന്നും കൗൺസിൽസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് അങ്ങനെ എന്തോ പറയാ, സെനറ്റും അവിടെ അവർ പറയുന്ന സെനറ്റും പിന്നെ ഇത് റെപ്രസെന്റേറ്റീവ് കൗൺസിൽസും എന്നാ പറയുന്നത്. അപ്പൊ ഇതിൽ സെനറ്റിന് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിപ്പോ പറഞ്ഞാൽ നിങ്ങൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. കാര്യം അവരുടെ സിസ്റ്റം അത്രയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു സിസ്റ്റം. അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8-10 ക്ലാസ് എങ്കിലും എടുക്കേണ്ടി വരും ആ അമേരിക്കൻ സിസ്റ്റം അത്രയും പ്രോപ്പറായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അതായത് ചാപ്റ്റർ ഒക്കെ തീർന്നതിന് ശേഷം നിങ്ങൾ ഓർമ്മിപ്പിച്ചാൽ മതി, വേണമെങ്കിൽ ഞാൻ അത് പറഞ്ഞുതരാം. അപ്പോ അവിടെയും ഇതേപോലെ ഉണ്ട്. പക്ഷെ അവർക്കെന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത് ഈ റെപ്രസെന്റേറ്റീവ്സിനല്ല, പക്ഷെ പ്രസിഡന്റിനാണ് മോർ പവർ എന്ന് പറയുന്നത്. അതാ സംഭവം. അത്രേ ഉള്ളൂ. സംശയമുണ്ട്. ചോദിക്കും. ഇന്ത്യയിൽ പാർലമെന്റ് ഉള്ളത് അമേരിക്ക എടാ ഒന്നും വ്യക്തമായില്ല, ഒന്നുകൂടെ പറ. എടാ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എടാ ഇനി പറഞ്ഞേ. ഇന്ത്യയിലെ പാർലമെന്റിലേ ഉള്ളത്. അതെ. അവിടെ വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് അത് പുള്ളിക്കാരൻ താമസിക്കുന്ന, അല്ലാതെ അവിടെയും പാർലമെന്റ് ഉണ്ടടാ. പാർലമെന്റ് ഉണ്ട്, പക്ഷെ പാർലമെന്റ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. പാർലമെന്റ് എന്ന് പറയുമ്പോഴ് അത് പാർലമെന്റ്, പക്ഷെ സിസ്റ്റം ഏതെന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. അതിൽ ആ പാർലമെന്ററി സിസ്റ്റം ആണോ അതോ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണോ അവർ ഫോളോ ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. പക്ഷെ അവിടെ ഫോളോ ചെയ്യുന്നത് ഈ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റം, പക്ഷെ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി സിസ്റ്റം. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കേട്ടോ? അപ്പൊ അത്ര തന്നെയാണ്. അതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ പാർലമെന്ററി സിസ്റ്റം എന്താണെന്ന് ഇവിടെ കിട്ടിയില്ല. നമ്മൾ ജനങ്ങളാൽ എലക്ട് ചെയ്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ നമ്മളെ ഭരിക്കുന്നു. അതാണ് നമ്മുടെ പാർലമെന്ററി സിസ്റ്റം. അത്രേ ഉള്ളൂ അതിൽ മനസ്സിലാക്കാനായിട്ട്. പിന്നെ സ്റ്റേറ്റിലും സെൻട്രലിലും രണ്ട് ഇതുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും പാർലമെന്റും. അതിൽ MLA ഇലക്ഷൻ, MP ഇലക്ഷൻ, അത്രയും കൂടെ മനസ്സിലായി കഴിഞ്ഞാൽ പാർലമെന്ററി സിസ്റ്റം തീർന്നു. 4 മണി വരെടാ. ആള് കേറിയില്ല, അതിന് മേലെ എത്ര മണിവരെ ക്ലാസ്. ഇനി അടുത്ത് ഈ ചാപ്റ്റർ തീർന്നാൽ നമ്മുടെ ക്ലാസ് തീർക്കും. ചാപ്റ്റർ തീരുമ്പോ അപ്പൊ ഒരുപാട് സമയം എടുക്കുമല്ലോ. ഇപ്പോഴേ 11:30 കുറച്ചേ ഉള്ളൂടാ, നമുക്ക് തീർക്കാൻ നോക്കാം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. The fundamental rights are guaranteed by the Indian Constitution for the success of democracy and the comprehensive development of citizens. അതായത് ഇപ്പൊ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തന്നിട്ടുള്ള അവകാശങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള മൗലിക അവകാശങ്ങളാണ് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു ഡെവലപ്മെന്റ്, കൺട്രി ഡെവലപ്മെന്റിലും അതുപോലെ തന്നെ നമ്മുടെ ആ ഡെമോക്രാറ്റിക് നേഷൻ എന്നുള്ള രീതിയിൽ ആ ഒരു സ്വാതന്ത്ര്യത്തെയും നമുക്ക് ഒരുപോലെ തരുന്നതാണ്, ആ ഒരു സിസ്റ്റത്തിനെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. The governments have the responsibility to ensure these rights to their citizens. അപ്പൊ ഗവൺമെന്റ്സിന്, സ്റ്റേറ്റ് ഗവൺമെന്റിനായാലും സെൻട്രൽ ഗവൺമെന്റിനായാലും ഒരേപോലെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ റൈറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാനായിട്ട്.
If the fundamental rights are violated, the citizen has the right to approach either the high courts or the Supreme Court. അപ്പോൾ if ഈ നമ്മുടെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെയെങ്കിലും വെച്ച് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോർട്ടിനെ നമുക്ക് സമീപിക്കാൻ പറ്റും. ഹൈക്കോർട്ടിനെയോ സുപ്രീം കോടതിയോ നമുക്ക് സമീപിക്കാൻ പറ്റും. നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ്, നോട്ട് ഹ്യൂമൻ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഹ്യൂമൻ റൈറ്റ്സിന് വയലേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെയൊക്കെ ബന്ധപ്പെടും. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് മെയിൻ ആയിട്ട് ഇതിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൈക്കോർട്ടിനെയോ സുപ്രീം കോർട്ടിനെയോ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. The Constitution entrusts the courts to issue certain writs to protect the rights of the citizen in such circumstances. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ കോടതികൾക്ക് ഇങ്ങനെ ഈ അവകാശ സംരക്ഷണത്തിനായി ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കാനുള്ള അവകാശം ഉണ്ട്. അതായത് റിറ്റ്സ് എന്ന് പറയുമ്പോൾ ഉത്തരവുകൾ. അപ്പൊ ഉത്തരവുകളൊക്കെ നമ്മുടെ കോർട്ടിന് പുറപ്പെടുവിക്കാനുള്ള അവകാശം ഉണ്ട്. എപ്പോ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ റൈറ്റ്സ് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റിറ്റ്സ് അവർക്ക് പുറപ്പെടുവിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ എന്തൊക്കെയാ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്കാം. റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14. അതായത് റൈറ്റ് ടു ഇക്വാലിറ്റി മീൻസ് നമ്മൾ എല്ലാവരും ഈക്വൽ ആണ്. നമ്മുടെ ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, നിങ്ങളുടെ കാസ്റ്റിന്റെ പേരിലോ അല്ലെങ്കിൽ റിലീജിയന്റെ പേരിലോ നിങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സോഷ്യലി നിങ്ങൾക്ക് ഒരു ഈക്വൽ ഇതെന്താ എല്ലാരും വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയിരിക്കുന്നു? വീഡിയോ ഓണാക്ക്. ഇതെവിടെ പോകുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് 6 ഉള്ളൂ. 6 ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 35 വരെയും ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഇതിൽ വളരെ കുറച്ച് റൈറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഫോട്ടോ ഞാൻ അയച്ചു തന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ അന്ന്. അപ്പൊ അത് എന്താ രണ്ട് ഫോട്ടോ. അതിൽ ഒരെണ്ണം ഫണ്ടമെന്റൽ റൈറ്റ്സും ഒന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും. അതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്ക്. അപ്പൊ അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അതിലുണ്ട്. അപ്പൊ റൈറ്റ് ടു ഇക്വാലിറ്റി, അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം, നമുക്ക് സ്വാതന്ത്ര്യം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ടുള്ള റൈറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ ആരും ചൂഷണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഇത്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ഏത് റിലീജിയൻ വേണമെങ്കിലും വിശ്വസിക്കാനും അല്ലെങ്കിൽ ഏത് റിലീജിയൻ വേണമെങ്കിലും നമുക്ക് എക്സർസൈസ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, നമുക്ക് സാംസ്കാരികവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും. ഇപ്പൊ നമ്മളെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ 2009 ആക്ട് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 6 to 14 years old വരെ, അല്ലെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായിട്ട് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് നിയമമുണ്ട്. അപ്പോൾ അത്തരത്തില് എഡ്യൂക്കേഷൻ റൈറ്റ്സും അതെല്ലാം നമ്മൾ എൻഷുർ ചെയ്യാനായിട്ടുള്ള, അപ്പൊ അത് നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പിന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അതായത് ഇപ്പൊ നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അല്ലെ ഭരണഘടനയുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തുണ്ടെങ്കിലും അത് അതിൽ എന്ത് പറയുന്നു അതിലുള്ള എല്ലാ കാര്യത്തിലുള്ള റൈറ്റ്സ് അല്ലെ അവകാശങ്ങൾ നമുക്കുണ്ടായിരിക്കും. വൈഷ്ണവി പറഞ്ഞു. സർ ഞാൻ അത് നോക്കി, ഫണ്ടമെന്റൽ റൈറ്റ്സ് 35 വരെ ഉള്ള 14 to 35. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലേ കുറവ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കുറവെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അതിൽ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. കുറവെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ എന്നാലും റൈറ്റ്സ്, നമ്മുടെ അവകാശങ്ങളാണല്ലോ പ്രധാനം. പക്ഷെ നമ്മൾ എന്തിനും തിരിച്ചേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ റൈറ്റ്സ് ആണ് ഏറ്റവും പ്രധാനം. അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിലെ ലെറ്റേഴ്സ് ആണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. ഏതിലാ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലേ? അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 51 വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആർട്ടിക്കിൾ 51 അതിന്റെ അകത്താണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. അതുകൊണ്ടാണ് ABCDEFGH അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? കോട്ട എന്ന് പറയുമ്പോ ഇതിന് വരുമ്പോ ബീഹാർ വരും. കോട്ടയല്ല, കോടതി. കോർട്ട് കോട്ട ഞാൻ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ റെപ്രസെന്റേറ്റീവ്സ് വരുന്ന അതായിരിക്കും.
കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോർട്ട്. കേരള ഇല്ല, കേരള ഹൈക്കോർട്ട്, കേരള ഹൈക്കോർട്ട്. അപ്പൊ ഓരോ സ്റ്റേറ്റിനും അവർക്കുള്ള ഹൈക്കോർട്ട് ഉണ്ടോ? ഓരോ സ്റ്റേറ്റിനും അവർക്ക് അതിന്റെ ഹൈക്കോർട്ട് ഉണ്ട്. ഇപ്പൊ സാർ ഹൈക്കോർട്ട് കേരളത്തിൽ അത് എവിടെയാണ്? കേരളത്തിൽ കൊച്ചി, എറണാകുളം. നമ്മൾ ഡിസ്ട്രിക്ട് കോർട്ട് എവിടെയാണ്? നമ്മൾ തിരുവനന്തപുരത്ത്. അത് വഞ്ചിയൂരാടാ. അപ്പോ അങ്ങനെയാണ് അതിന്റെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ. അപ്പൊ ഹാവ് യു സീൻ ദിസ് പിക്ചേഴ്സ് ഇൻ സ്കൂൾ? വിദ്യാഭ്യാസ അവകാശം, സർവശിക്ഷ അഭിയാൻ, സർവരും പഠിക്കുക, സർവരും വളരുക. അത് നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഇത് ഈ ഒരു സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ആ ഒരു പോളിസിയാണ്. എല്ലാവർക്കും ഇത് നമ്മുടെ ഇത് കിട്ടാനായിട്ട്, എഡ്യൂക്കേഷൻ കിട്ടാനായിട്ട്. വാട്ട് ഡസ് ദിസ് പിക്ചർ ഇൻഡിക്കേറ്റ്? അപ്പൊ അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലായോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് മനസ്സിലായോ? സാർ, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയൂ. Fundamental rights are guaranteed by the Indian Constitution for the success of democracy and the comprehensive development of citizens. അതായത് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടി ചെയ്യുന്നു, അല്ല എങ്കിൽ അവർക്ക് സമ്പൂർണ്ണ അവകാശം നൽകുന്നു. എന്തിന്? ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാൽ അവർക്കൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. ഫോർ ദ സക്സസ് ഓഫ് ഡെമോക്രസി, ഈ നമ്മുടെ ഡെമോക്രസിയുടെ വിജയത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടും, ആൻഡ് ദ കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് ഓഫ് സിറ്റിസൺ, നമ്മുടെ സിറ്റിസന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോ അവർക്ക്, അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജനാധിപത്യത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു, അല്ലെങ്കിൽ നമ്മുടെ പീപ്പിൾ, അല്ല നമ്മുടെ എന്താ പറയുന്നത്, പീപ്പിൾസ് എന്ന് പറയുന്നത്, പീപ്പിളിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ അവകാശ സംരക്ഷണത്തിനുമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന, നമുക്ക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന എന്ത് റൈറ്റ്സ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകുന്ന അവകാശങ്ങളെയാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. വേറെ വേറെ ആർക്കും ഡൗട്ട് ഉണ്ടോ? ചോദിക്കാൻ വന്നാ ചോദിക്ക്. ഏതാ സ്ക്രീനിലെ ഫസ്റ്റ് സെന്റൻസിലെ വാക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി ചെയ്യുക, അതായത് ഉറപ്പ് നൽകുക. ഗ്യാരണ്ടി ഉറപ്പല്ല. നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ഗ്യാരണ്ടി എന്നാ വായിക്കുക. അതായത് നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിക്കാൻ പോലും നമ്മളതിന് ഗ്യാരണ്ടി ഉണ്ടോ വാറന്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കത്തില്ല. ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിക്കത്തില്ല. അത് തന്നെയാണ് അതായത് ഒരു ഉറപ്പ്. ഇത് നമ്മളെ അതാണ് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അത് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഉറപ്പ്. അപ്പൊ what does this picture indicate? Free and compulsory education for all children between 6 and 14 years of age is a fundamental right. അപ്പൊ ഈ കുട്ടികൾക്ക് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 പ്രകാരം പറയുന്നത് the children between 6 and 14 years of age, അവർക്ക് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. ഫ്രീ ആയിട്ടും അത് ഉറപ്പായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. അതെന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉറപ്പായിട്ട് കിട്ടേണ്ട അവകാശമാണ് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പറയും വൈഷ്ണവി. 14 വയസ്സ് വരെ എന്ന് പറയുന്നത്, അതായത് 14 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ എത്രാം ക്ലാസ് വരെ വരും? 8. ഓക്കെ, ഒരു 8 വയസ്സ്. ഇല്ല, 15 വയസ്സെന്ന് പറയുമ്പോ 10ാം ക്ലാസ് ആവുമല്ലോ.
അല്ല അത് 16 16 അത് അവക്ക് 16 നമുക്കൊക്കെ 15 ആവും. അത് അങ്ങനെ തന്നെ അങ്ങനെ പറ. ഓക്കെ. അപ്പൊ ആക്ച്വലി 15 വയസ്സ് എന്ന് പറയുമ്പോ ഏകദേശം ഇത്. അപ്പൊ ഈ 14 വയസ്സ് വരെ എന്ന് അവർ പറയാൻ കാരണം ആ സമയം വരെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടണമെന്നുള്ളത്. അത് ബേസിക് ആയിട്ട് ഇപ്പൊ അതിന് ശേഷമുള്ളതിൽ അവരങ്ങനെ നോക്കുന്നില്ല. പക്ഷെ എന്നാലും അതുവരെ പഠിച്ചു കഴിഞ്ഞാൽ പിള്ളേർ ബാക്കി പഠിക്കും എന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ടാണ് ഏറ്റവും ബേസിക് ആയിട്ട് സാർ അതുവരെ ഫ്രീ ആയിട്ടല്ലേ? ഫ്രീ ആയിട്ട്. അത് കഴിഞ്ഞുള്ളത് ഫ്രീ ആയിട്ടല്ലല്ലോ. ഫ്രീ ആയിട്ടുണ്ടല്ലോ. ഗവൺമെന്റ് സീറ്റ് എന്ന് പറയുന്നത് ഫ്രീ അല്ലേ? അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നത് നമ്മുടെ ഓപ്ഷനാണ്. പക്ഷെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് കോളേജുകളിൽ പോകുന്നത് നമ്മുടെ ഓപ്ഷനാണ്. പക്ഷെ ഗവൺമെന്റ് സീറ്റ്സും ഉണ്ടല്ലോ. അതാണ്. അപ്പൊ ഗവൺമെന്റിന്റെ രീതിയിൽ അവർ നിയമം ഉണ്ടാക്കത്തുള്ളൂ. ഗവൺമെന്റ് ഫ്രീ ആയിട്ട് സ്കൂൾ കൊടുക്കുന്നുണ്ട്, കോളേജ് കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. അത് ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മാർക്ക് കിട്ടോ, അത് നല്ല മാർക്ക് ഉണ്ടോ അവിടേക്ക് അഡ്മിഷൻ കിട്ടും. അഡ്മിഷൻ കിട്ടിയാൽ ഫ്രീ ആയിട്ട് പഠിക്കും. അതാണ് സംഭവം. Right to education is included in Article 21A of the Constitution. അപ്പോൾ Article 21A ലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. അത് പഠിക്കുക. It is the responsibility of the country to ensure quality primary education for all children. കണ്ടോ, അതായത് 6 to 14 years age, അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രൈമറി സെക്കൻഡറി ആ ഒരു എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഏജ് അവർ പറയുന്നത്. അപ്പോ ചെയ്യാനെ വീഡിയോ ആണാക്ക്. ഈ ഒരു ഇത് എല്ലാ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് എന്താ, ഈ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികളിലും എത്തിക്കുക എന്നുള്ളത്. Given above is the logo of Sarva Shiksha Abhiyan, which is one of the government project to ensure this responsibility. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഗവൺമെന്റ് പോളിസിയാണ്. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഒരു കുട്ടികളുടെ ഈ ഒരു അവകാശത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടുവാൻ വേണ്ടിയിട്ട് അവരെ ഇത് ഗവൺമെന്റ് നടത്തുന്ന ഒരു പ്രോജക്റ്റിന്റെ പേരാണ് ഈ വിദ്യാഭ്യാസ അവകാശം, അല്ലെ സർവ ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ്. അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മേജർ ഫണ്ടമെന്റൽ റൈറ്റ്സും പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഈ പോളിസി. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ, വിദ്യാഭ്യാസ അവകാശത്തിന് സർവശിക്ഷ അഭിയാൻ മാത്രമേ ഉള്ളൂ അല്ലേ? അതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ കൂടെ ചേർന്ന് വരുന്നതാണ് ഇപ്പൊ മിഡ് ഡേ മീല്, അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ 4ാം ചാപ്റ്ററിൽ പഠിച്ചില്ലായിരുന്നു. മിഡ് ഡേ മീൽ ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ ഇതിന്റെ അണ്ടറിൽ വരുന്ന കുറെ പോളിസീസ് അതൊക്കെ എന്ന് പറയുന്നത്. പിന്നെ ഗവൺമെന്റ് സ്കൂളുകളിലാണെങ്കിൽ ഫ്രീ യൂണിഫോമിനുള്ള പോളിസി ഉണ്ട്, പിന്നെ ഫ്രീ ഫുഡ്, പിന്നെ അതുപോലുള്ള പിന്നെ സ്കോളർഷിപ്സ്. അപ്പൊ അത്തരത്തില് കുറെ കാര്യങ്ങള് ഗവൺമെന്റിന്റെ പോളിസീസ് ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ഈ ഒരു സർവശിക്ഷ അഭിയാനാണ്. സാർ, അപ്പോഴും ഇതേപോലെ കുട്ടികൾക്ക് വേണ്ടി കുറെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലേ? റൈറ്റ്സ് ഉണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് കുട്ടിയായാലും വലുതായാലും എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ്. അതിലിപ്പോ കുട്ടിയെന്നോ അല്ലെങ്കിൽ വലിയവരെന്നോ അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞോ എന്നോ വോട്ടവകാശം ഉണ്ടോ എന്നോ ഒന്നും ചോദിക്കുന്നില്ല. ജനിച്ച ഒരു കുട്ടിക്കാണെങ്കിൽ ഇവിടെ ജനിച്ചിട്ടുണ്ടോ ആ കുട്ടിക്ക് ഈ അവകാശങ്ങളെല്ലാം ഉണ്ട്. വൈഷ്ണവി പറഞ്ഞു. മുകളിലെ പാരാഗ്രാഫിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ? ലാസ്റ്റ് സെന്റൻസ് മുകളിൽ. The Constitution. കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രസ്റ്റ് കോർട്ട് ഇഷ്യൂ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അതിനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു അവകാശം, അതിനാണ് ഇൻട്രസ്റ്റ് എന്ന് ഇവിടെയും പറയുന്നത്. ഈ ഒരു കോർട്ടിന് കൊടുക്കുന്ന ആ ഒരു പരമാധികാരം എന്തിനു വേണ്ടിയിട്ട്, ആ പരമാധികാരം എന്തിനു വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള റിറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കുവാൻ വേണ്ടി. അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. വേറെ
ഇതിലെന്താ Sorry, doubt? ആ? സാർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ പാർലമെന്റിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആ പാർലമെന്റിലാ. അതും ലെഡ് സാർ കളർ. ഇത് മെനഞ്ഞാന്ന് പറഞ്ഞില്ലേ? എടാ ഇതിപ്പോ മെനഞ്ഞാന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞു. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നോക്കാം. അതിന് ഒരു 5 അല്ലയോടെ നോക്കാം. എന്താ ഒന്നുമില്ല വെറുതെ. 5 മിനിറ്റ് സമയം തരുള്ളൂ. എന്തിനാ ഒന്നുമില്ല, വേണോ? അതൊന്നും വേണ്ട, വെറുതെ പറഞ്ഞത്. ഓക്കെ.